So the genre of this poem is ode. So it's kind of a direct address. പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പോൾ ഈ ഒരു സ്കൈലാർക്കിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജോണർ ആയിട്ട് വരുന്നത് ഓടാണ്. Now here there are 21 stanzas. 21 stanzas ഉണ്ട് ഓഫ് 5 lines each. അപ്പോൾ 5 lines ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഡാഡി എന്ന് പറയുന്ന പോം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമായിരുന്നു. ക്വിൻറ്റൈൻ അല്ലെങ്കിൽ ക്വിൻറ്ററ്റ് എന്നാണ് അതിന് പറയാറുള്ളത്. 5 lines ഉള്ള ഒരു സ്റ്റാൻസയ്ക്ക് പറയുന്നത്. നമ്മൾ ഇവിടെ പോം കണ്ടപ്പോൾ നമ്മൾ ഓരോ സ്റ്റാൻസകളും 5 lines ആയിട്ടാണല്ലോ വരുന്നത്. നൗ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ദ ഫസ്റ്റ് 4 lines ദാറ്റ് ഈസ് മീറ്റേഡ് ഇൻ ട്രൊക്കൈക് ട്രൈമീറ്റർ. ട്രൊക്കൈക് ട്രൈമീറ്ററിലാണ് ഇത് വരുന്നത്, ആദ്യത്തെ 4 lines. അപ്പോൾ ഒരു സ്റ്റാൻസയിൽ എപ്പോഴും 5 lines ആണ് ഉണ്ടാവുക. അതൊരു ക്വിൻറ്റൈൻ അല്ലെങ്കിൽ ക്വിൻറ്ററ്റ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ ഫസ്റ്റ് 4 linesൻ്റെ മീറ്റർ എന്ന് പറയുന്നത് ട്രൊക്കൈക് ട്രൈമീറ്റർ ആണ്. ഓക്കെ, ട്രൊക്കൈക് ട്രൈമീറ്റർ എന്ന് പറയുമ്പോൾ ട്രൊക്കൈക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇയാംബിക് പെൻറ്റാമീറ്റർ എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അത് ട്രൊക്കൈക്ക് എന്ന് പറയുമ്പോൾ എ സ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ബൈ എൻ അൺസ്ട്രെസ്ഡ് വൺ. ഡ ഡം ഡ ഡം ഡ ഡം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഫൂട്ട് വരുന്നത്. ഓക്കെ, ഓരോ ഫൂട്ടുകൾ ഇങ്ങനെ വരുന്നത് ഡ ഡം, അതായത് ഒന്ന് സ്ട്രെസ്ഡ് ആകുമ്പോൾ പിന്നെ വരുന്നത് അൺസ്ട്രെസ്ഡ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഇയാംബിക് ആയിട്ട് വരുന്ന ആ മീറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണ്, എപ്പോഴും അൺസ്ട്രെസ്ഡ് ബൈ, അതായത് ഡം ഡ എന്നുള്ള രീതിയിലാണ് എപ്പോഴും ഇയാംബിക് മീറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ 4 lines ഒരു സ്റ്റാൻസയിലെ ഫസ്റ്റ് 4 lines എപ്പോഴും ട്രൊക്കൈക് ട്രൈമീറ്ററിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 5th line ഫൈനൽ ലൈൻ, സ്റ്റാൻസയിലെ ഫൈനൽ ലൈൻ വരുന്നത് ഇയാംബിക് ഹെക്സാമീറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഇയാംബിക് ഹെക്സാമീറ്റർ എന്ന് പറയുമ്പോൾ ദ അൺസ്ട്രെസ് സിലബിൾ കംസ് ഫസ്റ്റ് ഫോളോഡ് ബൈ ദ സ്ട്രെസ്. ഡ ഡം എന്നുള്ള രീതിയിൽ 6 beats ഉണ്ടാവും. ദാറ്റ് ഈസ് ഇങ്ങനെ ഹെക്സാമീറ്റർ ആയിട്ടാണ് അപ്പോൾ നമ്മളതിനെ കണക്കാക്കുന്നത്. ഇയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 5 beats ആണല്ലോ ഒന്നിൽ, അതായത് 5 feet ആണല്ലോ നമ്മൾ വരുന്നത് ഒരു ലൈനിൽ. അപ്പോൾ ഇയാംബിക് ഹെക്സാമീറ്റർ ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദർ ആർ 6 beats ഇൻ ടോട്ടൽ. 6 beats ഉണ്ടാവും. സോ ഇറ്റ് ഈസ് കോൾഡ് എസ് ഹെക്സാമീറ്റർ എന്നാണ് പറയുക. ഇതിനൊരു പേരുണ്ട്, ഇങ്ങനെ ഹെക്സാമീറ്ററിൽ വരുന്ന ലൈൻസിന് അല്ലെങ്കിൽ ഹെക്സാമീറ്റർ പിന്നെ നമ്മൾ പറയുന്നത് ഇയാംബിക് ഹെക്സാമീറ്റർ എന്ന് പറയുന്ന സംഭവത്തിന് അലക്സാൻഡ്രൈൻ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, സോ ഇറ്റ്സ് എൻ അലക്സാൻഡ്രൈൻ. ഒരു ലൈനിൽ അത് ഇയാംബിക് ഹെക്സാമീറ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് അലക്സാൻഡ്രൈൻ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഓരോ സ്റ്റാൻസയിലും 5th line കിട്ടുന്നത് അലക്സാൻഡ്രൈൻ ആയിരിക്കും. ദ റൈം സ്കീം നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 lines ആണുള്ളത്, ക്വിൻറ്റൈൻ അല്ലെങ്കിൽ ക്വിൻറ്ററ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എങ്ങനെയാണ് എ ബി ബി എന്നാണ് അതിൻ്റെ വരുന്നത്. എ ബി പറയുമ്പോൾ 4 lines ആയി, പിന്നെ ബി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എ ബി ആണ് റൈം സ്കീം. ദെൻ 105 lines ആണുള്ളത്. അപ്പോൾ 21 stanza ആകുമ്പോൾ 5 lines ഈച്ച് ആണ് വരുന്നത്. നൗ വി ഹാവ് 105 lines. So ode is derived from the Greek word eidin. അപ്പോൾ അത് ഗ്രീക്കിൽ നിന്ന് ലാറ്റിനിലേക്ക് പോയി, ലാറ്റിൽ നിന്ന് ഫ്രഞ്ചിലേക്ക് പോയി, ഫ്രഞ്ചിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഒക്കെ അത് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രീക്ക് അതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഗ്രീക്കിലുള്ള എയ്ഡീൻ എന്ന് പറയുന്നതാണ്. എയ്ഡീൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ടു ചാൻറ്റ് ഓർ സിങ്. സോ എ പോയിം ദാറ്റ് ഡീൽസ് വിത്ത് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അബൌട്ട് ആൻ ഐഡിയ ഓർ സബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ലൈൻസ് ആൻഡ് സ്റ്റാൻസാസ് വേരിയിങ് ഇൻ ലെങ്ത്. അതാണ് ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ആളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ പരമാവധി എന്താ പറയുക ഇമോഷൻസൊക്കെ പോർ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോമാണ് ഓഡ്. ഓക്കെ, നൗ വി ക്യാൻ സീ സം ഓഫ് ദ ഫിഗർ ഓഫ് സ്പീച്ചസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പോം. അതിൽ നമ്മൾ ആദ്യം ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ലൈൻസിലേക്ക് പോകാം. സിമിലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇൻ വിച്ച് കമ്പാരിസൺ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ്. അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ ലൈക്ക് ആസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സിമിലി എന്ന് നമ്മൾ പറയും. ഓക്സിമറോൺ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ടേംസ് യൂസ് ചെയ്യുന്നുണ്ടാവും, ഒന്നിച്ച് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വീറ്റ് പെയിൻ എന്നൊക്കെ പറയുമ്പോൾ പെയിൻ എന്തായാലും സ്വീറ്റ് ആവാത്ത കാര്യമാണ്, പക്ഷെ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേംസ് ആണെങ്കിൽ നമ്മൾ ഒന്നിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്സിമറോൺ എന്നാണ് പറയാറുള്ളത്. ദെൻ പേഴ്സോണിഫിക്കേഷൻ ഈസ് എ ട്രൂപ്പ് ഇൻ വിച്ച് ഹ്യൂമൻ ക്വാളിറ്റീസ് ഓർ എബിലിറ്റീസ് ആർ അസൈൻഡ് ടു അബ്സ്ട്രാക്ഷൻ ഓർ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. പേഴ്സോണിഫിക്കേഷൻ, ഇപ്പോൾ മൂന്ന് ഹൗ ബ്യൂട്ടിഫുൾ യുവർ സ്മൈലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പേഴ്സോണിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മെറ്റഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസും ലൈക്കൊന്നും ഇല്ലാത്ത കമ്പാരിസൺ വരുമ്പോൾ അത് മെറ്റഫറാണ്. സിനക്ഡക്കി എന്ന് പറയുമ്പോൾ ഈസ് എ പാർട്ട് ഈസ്
ദാറ്റ് ഈസ് ഒരു ഭാഗം, ഒരു ചെറിയ പാട്ട് മാത്രം ഒരു ഹോൾ സംഭവത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാനുള്ളത് സിനക്ഡക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു കിങ്ങിൻ്റെ നമ്മൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഒരു ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ അതിന് നമ്മുടെ ഹാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹാൻഡ് എന്നത് ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് സിനക്ഡക്കി എന്നാണ് പറയാറുള്ളത്. ഓക്കെ, നൗ ഇപ്പോൾ നമ്മൾ പെന്നൊക്കെ പെൻ എന്ന് പറയാറുണ്ട്. പെൻ എന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റിട്ടൺ എന്നുള്ള രീതിയിൽ പോകാം, അല്ലെങ്കിൽ ഒരു എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു സെറ്റപ്പിന് നമ്മൾ ജസ്റ്റ് പെൻ വിത്ത് പെൻ എന്ന് പറയുന്ന രീതിയിൽ സിനക്ഡക്കി എന്നാണ് പറയാറുള്ളത്. ദെൻ അല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ടു എ പേഴ്സൺ. ഇതിനൊക്കെ എക്സാമ്പിൾ വരുന്നുണ്ട്, അപ്പോൾ പറഞ്ഞുതരാം ഒന്നുകൂടി. റെഫർ ടു എ പേഴ്സൺ, ഇവൻറ്റ് ഓർ പ്ലേസ്, റിയൽ ഓർ ഫിക്റ്റേഷ്യസ്, ഓർ ടു എ വർക്ക് ഓഫ് ആർട്ട്. ഒരു ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം അതിനെ കുറിച്ചിട്ട് ചെറുതായിട്ടുള്ളൊരു മെൻഷൻ വീണ്ടും വരുമ്പോൾ നമ്മൾ അതിനെ അല്യൂഷൻ എന്നാണ് പറയാറുള്ളത്. ദെൻ ഹൈപ്പർബലി, എക്സാജറേഷൻ ഓഫ് വേർഡ്സ് യൂസ്ഡ് ഫോർ എംഫസൈസ്, അതാണ് ഹൈപ്പർബലി. ദെൻ അനാസ്ട്രോഫി എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ആയിട്ടുള്ള വേർഡ് ഓർഡറിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ പോയട്രിയിലൊക്കെ തിരിച്ച് കൊടുക്കാറില്ല, അതാണ് അനാസ്ട്രോഫി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ എങ്ങനെയാണ്, നമ്മൾ ഒരു സെൻറ്റൻസ് ഉണ്ടാവും, ആ സെൻറ്റൻസിൽ തിരിച്ച് ആയിരിക്കും ശരിക്കും വരേണ്ടടുത്ത് അല്ല അത് വന്നിട്ടുണ്ടാവുക, നേരെ തിരിച്ച് വന്നിട്ടുണ്ടാവും. ദാറ്റ് ഈസ് അനാസ്ട്രോഫി. അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഈസ് എ സ്കീം ഇൻ വിച്ച് ആൻ ആബ്സെൻറ്റ് പേഴ്സൺ ഓർ ആൻ ആബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ഓർ ആൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് ഈസ് ഡയറക്ട്ലി അഡ്രസ്ഡ്. അപ്പോൾ നമ്മൾ നേരിട്ട് തിരിച്ച് പറഞ്ഞാൽ നമ്മളതിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ അപ്പോസ്ട്രോഫിയാണ് വരുന്നത്. ഈ ഒരു പോമിലെ ഫസ്റ്റ് ലൈനിൽ തന്നെ അപ്പോസ്ട്രോഫി നമുക്ക് കാണാൻ പറ്റും. ദെൻ അനഫോറ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെപ്പിറ്റേഷൻ ഓഫ് ദി സെയിം വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ക്ലോസ് ഓർ സെൻറ്റൻസസ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വേർഡ് തന്നെ ഇങ്ങനെ വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അനഫോറ എന്നാണ് അത് പറയാം. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ റെപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 വേർഡ്സ് ഇൻ ലൈൻ പോയട്രി. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കറിയാം ഇങ്ങനെ കോൺസണന്റ് സൗണ്ട്സിന് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ ലിറ്ററേഷൻ എന്ന് പറയും. നേരെ മറിച്ച് വോവൽ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അസോണൻസ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ദാറ്റ് ഈസ് ടു എ സ്കൈലാർക്കിൽ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഹെയിൽ ടു ദി ബ്ലീഡ് സ്പിരിറ്റ് എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മൾ എന്താണ്, അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോസ്ട്രോഫിയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യാണ് പോയിട്ട് ചെയ്യുന്നത് ആരെ, സ്കൈലാർക്കിനെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്ലൈറ്റ് സ്പിരിറ്റ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ എന്താ പറയുക, അത് നേരിട്ട് നമ്മൾ ഈ സ്കൈലാർക്കിനെയാണ് ഇവിടെ പോയിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ അപ്പോസ്ട്രോഫി എന്നാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ പറയുന്നത് അപ്പോസ്ട്രോഫി എന്നാണ്. നോ രണ്ടാമത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പ്യൂറസ്റ്റ് ദൈ ഫുൾ ഹാർട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബേർഡ് ഡോ നെവർ വേർഡ് ദാറ്റ് ഫ്രം ഹെവൻ ഓർ നിയർ ഇറ്റ്. പോറസ്റ്റ് ദൈ ഫുൾ ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളവിടെ അതിന് ബേർഡിനെ പേഴ്സോണിഫൈ ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. സോ പേഴ്സോണിഫിക്കേഷൻ ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച്. ഓക്കെ, അപ്പോൾ ഈ ബ്ലൈറ്റ് സ്പിരിറ്റ് എന്ന് പറയുന്ന ആ സംഭവം അത് അവിടെ വരുമ്പോൾ ആ ബേർഡിനെ നമ്മൾ പിന്നീട് പേഴ്സോണിഫൈ ചെയ്ത് പറയുന്നതാണ് ദൈ ഫുൾ ഹാർട്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷൻ വന്നു. നോ ഹയർ സ്റ്റിൽ ആൻഡ് ഹയർ എന്ന് പറയുമ്പോൾ അവിടെ എണ്ണം വരുന്നുണ്ട്. ഹയർ സ്റ്റിൽ പറയുമ്പോൾ ഹയർ എന്ന് പറയുന്നത് പൊങ്ങിപ്പോവുക എന്നുള്ളതാണ്. സ്റ്റിൽ എന്ന് പറയുന്നത് ഓപ്പോസിറ്റുമാണ്. അപ്പോൾ അവിടെ ഓക്സിമറൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഫിഗർ ഓഫ് സ്പീച്ച്. ഹയർ സ്റ്റിൽ ആൻഡ് ഹയർ എന്ന് പറയുമ്പോൾ ഹയർ എന്നുള്ള വേർഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് റെപ്പിറ്റേഷനും പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കാണുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഹയർ സ്റ്റിൽ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിന് എന്താണ്, അവിടെ ഓക്സിമറൺ ആണ്. ഹയർ സ്റ്റിൽ ആൻഡ് ഹയർ എന്ന് പറയുമ്പോൾ അവിടെ റെപ്പിറ്റേഷൻ, അപ്പോൾ രണ്ടും വരുന്നുണ്ട്. ഓക്കെ, ഫിഗർ ഓഫ് സ്പീച്ചിൽ തന്നെ വരുന്നതാണ്. നൗ അത് കഴിഞ്ഞിട്ട് ഫ്രം ദ എർത്ത് ദോ സ്പ്രിംഗേഴ്സ് ലൈക്ക് എ ക്ലൗഡ് ഓഫ് ഫയർ, അവിടെ സിമിലിയാണ് വരുന്നത്. ലൈക്ക് എന്ന് വന്നതുകൊണ്ട് സിമ്പിളാണ്. ദ ബ്ലൂ ഡീപ്പ് ദോ വിങ്ങസ്റ്റ്, അവിടെ അനാസ്ട്രോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരെ തിരിച്ചാണ് വേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദ ബ്ലൂ ഡീപ്പ് ദോ വിങ്ങസ്റ്റ് എന്നുള്ളത് തിരിച്ചാണ് വരേണ്ടത്. അപ്പോൾ അത് ആ ഒരു വേർഡ് ഓർഡറിൽ ചേഞ്ച് ചെയ്ത് വന്നതുകൊണ്ട് അനാസ്ട്രോഫിയാണ് അവിടെ വന്നിട്ടുള്ളത്. ആൻഡ് സിങ് സ്റ്റിൽ ഡോസ് സോർ എന്ന് പറയുമ്പോൾ നല്ല സൗണ്ട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ദെൻ ദർ ഈസ് എൻ അലിട്രേഷൻ ഗോയിങ് ഓൺ. ഓക്കെ, നൗ ഇവിടെ വീണ്ടും ഇൻ ദ ഗോൾഡൻ ലൈറ്റ്നിങ് ഓഫ് ദ സങ്കൻ സൺ എന്ന് പറയുമ്പോൾ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും അലിട്രേഷനാണ്. ഓവർ വിച്ച് ക്ലൗഡ്സ് ആർ ബ്രൈറ്റനിങ്,
എന്ന് പറയുമ്പോൾ ഇവിടെ സിനെക്ടൊക്കെയാണ്. ഇവിടെ ക്ലൗഡ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ പ്ലാനറ്ററി ഒബ്ജക്ട്സിനെ എല്ലാം കൂടി റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. സ്കൈ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. സ്കൈയിലൊരു സംഭവം മാത്രമാണ് ക്ലൗഡ്സ് അല്ലേ. അപ്പോൾ ആ സ്കൈനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഓവർ വിച്ച് ക്ലൗഡ്സ് ആർ ബ്രൈറ്റനിങ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത്. അപ്പോൾ സിനെക്ടൊക്കെയാണ്. ദോ ഡോസ്റ്റ് ഫ്ലോട്ട് ആൻഡ് റൺ ലൈക്ക് എൻ അൺബോഡിഡ് ജോയ് ഹൂസ് റേസ് ഈസ് ജസ്റ്റ് ബിഗൻ. അപ്പോൾ ഇവിടെ ലൈക്ക് എന്ന് വന്നതുകൊണ്ട് സിമിലിയാണ്. ഈ ഒരു സ്റ്റാൻസ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഇമേജറി പറയും. ആ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് സ്റ്റാൻസ ഒരു ഇമേജറി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ സിനെക്ഡോക്കി, അലിട്രേഷൻ, സിമിലൊക്കെ വരുന്നുണ്ടെങ്കിലും ആസ് എ സ്റ്റാൻസ ഇറ്റ് ഈസ് ഇമേജറി. ഓക്കെ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ദ പെയിൽ പേർപ്പിൾ ഈവൻ മെൽറ്റ്സ് അറൗണ്ട് ദൈ ഫ്ലൈറ്റ് ലൈക്ക് എ സ്റ്റാർ ഓഫ് ഹെവൻ എന്ന് പറയുന്നത് ലൈക്ക് വരുന്നുണ്ട്, അവിടെ സിമിലിയാണ്. ഓക്കെ. ഇൻ ദ ബ്രോഡ് ഡേ ലൈറ്റ് ദോ ആർട്ട് അൺസിൻ ബട്ട് യെറ്റ് ഐ ഹിയർ ദൈ ഷ്രിൽ ഡിലൈറ്റ്. ദെൻ കീൻ ആസ് ആർ ദ ആരോസ് എന്ന് പറയുമ്പോൾ കീൻ ആസ് വന്നത് കാരണം സിമിലിയാണ്. ഓഫ് ദാറ്റ് സിൽവർ സ്ഫിയർ എന്ന് പറയുമ്പോൾ ഇവിടെ അല്യൂഷനാണ്. അല്യൂഷൻ വരാനുള്ള കാരണം ഇത് സിൽവർ സ്ഫിയർ എന്ന് പറയുന്നത് പ്ലാനറ്റ് വീനസിനെ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതൊരു അല്യൂഡിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് സിൽവർ സ്ഫിയർ എന്ന് പറയുന്നത്. നേരിട്ടത് പറയുന്നില്ല, അത് അല്യൂഷൻ പോലെയാണ് അവിടെ വന്നിട്ടുള്ളത്. നൗ all the earth and air with thy voice is loud as where night is bare from one lonely cloud the moon rains out her beams and heaven is overflowed. ഇവിടെ heaven is overflowed എന്ന് പറയുമ്പോൾ ഹൈപ്പർബോളിയാണ്. ഹൈപ്പർബോളിയിൽ വരാനുള്ള കാരണം ഇത് എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെവൻ ഈസ് ഓവർഫ്ലോഡ് എന്ന് വന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ദ മൂൺ റെയിൻസ് ഔട്ട് ഹെർ ബീംസ് എന്ന് പറയുമ്പോൾ പേഴ്സോണിഫിക്കേഷനാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ദെൻ വാട്ട് ദോ ആർട്ട് വി നോ നോട്ട് വാട്ട് ഈസ് മോസ്റ്റ് ലൈക്ക് ദി. ഇവിടെ ഒന്നും കാര്യമായിട്ടൊരു ഒന്നും തന്നെ ഇല്ല. ഇവിടെ ലൈക്ക് എ പോയിറ്റ് ഹിഡൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഉള്ളത് കൊണ്ട് സിമിലിയാണ്. ഓക്കെ. നൗ സിംഗിങ് ഹിംസ് unbidden till the world is wrought to sympathy with hopes and fears it heeded not. Then like a high-born maiden എന്ന് പറയുമ്പോൾ ഇവിടെ സിമിലി അസൺസ് ലൈക്ക് എ ഹൈ എന്ന് പറയുമ്പോൾ അതിൽ മെയ്ഡൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ അസോണൻസ് ഐ എന്നുള്ള എന്നുള്ള സൗണ്ടൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കാരണം അസോണൻസ് ആണ്. ലൈക്ക് വന്നതുകൊണ്ട് സിമിലി കൂടിയാണ്. ദെൻ സോൾ ഇൻ സീക്രറ്റ് അവർ എന്നുള്ളതിൽ കോൺസണൻസ് വരുന്നുണ്ട്. കോൺസണൻസ് ഈസ് എ കൈൻഡ് ഓഫ് അലിട്രേഷൻ. ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അത് കോൺസണൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ദെൻ ലൈക്ക് എ ഗ്ലോ വേം ഗോൾഡൻ എന്ന് പറയുന്നതിൽ ഇൻ എ ഡെൽ ഓഫ് ഡ്യൂ. അപ്പോൾ ഇവിടെ ഡെൽ ഓഫ് ഡ്യൂയിലും നമുക്ക് കോൺസണൻസ് പറയാം. ലൈക്ക് എ ഗ്ലോ വേം ഗോൾഡൻ എന്ന് പറയുമ്പോൾ ലൈക്ക് വന്നത് കാരണം സിമിലിയാണ്. ഓക്കെ. ദെൻ ലൈക്ക് എ റോസ് എംബേർഡ് എന്ന് പറയുമ്പോൾ സിമിലിയാണ്. ടിൽ ദ സെൻറ്റ് ഇറ്റ് ഗിവ്സ് എന്ന് പറയുമ്പോൾ അസനൻ. ടിൽ ദ സെൻറ്റ് ഇറ്റ് ഗിവ്സ് ഇറ്റ് ഈ സൗണ്ട് വരുന്നു, അസനൻസ് ആണ്. ദെൻ മേക്സ് ഫെയിൻറ്റ് വിത്ത് ടു മച്ച് സ്വീറ്റ് ദോസ് ഹെവി വിങ്ഡ് തീവ്സ്. ഇവിടെ ബീസിനാണ് ഹെവി വിങ്ഡ് തീവ്സ് എന്ന് പറഞ്ഞ പേഴ്സോണിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. സൗണ്ട് ഓഫ് വേർണർ ഷവേഴ്സ് ഓൺ ദ ട്വിങ്ക്ലിംഗ് ഗ്രാസ് റെയിൻ എവൈക്കൻഡ് ഫ്ലവർ. അവിടെ വീണ്ടും എന്താണ് റെയിൻ എവൈക്കൻഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. ഓക്കെ. അവിടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫ്ലവേഴ്സിന് റെയിനൊക്കെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ടീച്ചേഴ്സ്, സ്പ്രൈറ്റ് ഓർ ബേർഡ് എന്നുള്ളതിലൊന്നും കാര്യമായിട്ട് ഒന്നും വരുന്നില്ല. അതുപോലെ ഈ ഒരു സ്റ്റാൻസയിലും ഇല്ല. ഇവിടെ നമുക്ക് കാണാം വാട്ട് എന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. വാട്ട് ഒബ്ജക്ട്സ് ആർ ദ ഫൗണ്ടെയിൻസ് ഓഫ് ദൈ ഹാപ്പി സ്ട്രെയിൻ, വാട്ട് ഫീൽസ്, വാട്ട് ഷെയ്സ്, വാട്ട് ലവ് എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട് ഇഗ്നറൻസ്. അപ്പോൾ അനഫോറയാണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അനഫോറയാണ്. പിന്നെ അതുപോലെ ദോ ലവേഴ്സ് ബട്ട് നെവർ ന്യൂ ലവ് സാഡ്സ് സാറ്റിറ്റി എന്ന് പറയുന്നിടത്ത് എന്താണ് പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. ഇവിടെ നമ്മൾ ലവിനെയാണ് പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ പേഴ്സോണിഫിക്കേഷനാണ് ഇവിടെ വരുന്നത്. നൗ ഇവിടെ ദോ ഓഫ് ഡെത്ത് മസ്റ്റ് ഡീം തിങ്സ് മോർ നോട്ട് ട്രൂ ആൻഡ് ഡീപ്പ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ തോട്ട് പ്രോസസ്സിങ്ങിനെ അടുത്ത ലൈൻസിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ ആകുമ്പോൾ എൻജോയ്മെൻറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻജോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ
ഒരു ലൈനിൽ ആ തോട്ട് പ്രോസസ് നിൽക്കാതെ അടുത്തതിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എൻജോയ്മെൻ്റ് ആണ്. ദോ ഓഫ് ദറ്റ് മസ്റ്റ് തീം തിങ്സ് മോർ ട്രൂ ആൻഡ് ഡീപ്പ് എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ട് എൻജോയ്മെൻ്റ് ആണ് അവിടെ വരിക. പിന്നെ ഇവിടെ ഒന്നും കാര്യമില്ല. We look before and after and pine for what is not. Our sincere laughter with some pain is fraught. Our sweetest songs are those that tell of saddest thought. Yet if we could scorn hate and pride and fear, if we were things born not to shed a tear, I know not how thy joy we ever should come near. ഇവിടെ ഒന്നുമില്ല. ഇവിടെ പിന്നെ ഇതേപോലെ ബെറ്റർ ദാൻ ഓൾ മെഷേഴ്സ് ഓഫ് ഡിലൈറ്റ്ഫുൾ സൗണ്ട്, ബെറ്റർ ദാൻ ഓൾ ട്രഷേഴ്സ് ദാറ്റ് ഇൻ ബുക്സ് ആർ ഫൗണ്ട്, ദൈ സ്കിൽ ടു പോയിറ്റ് വർ ദോസ് കോർണർ ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ബെറ്റർ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് അനഫോറയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ ടീച്ച് മീ ഹാവ് ദ ഗ്ലാഡ്നെസ് ദാറ്റ് ദൈ ബ്രെയിൻ മസ്റ്റ് നോ സച്ച് ഹാർമോണിയസ് മാഡ്നെസ്. അപ്പോൾ മാഡ്നെസ് ഒരിക്കലും ഹാർമോണിയസ് ആവില്ല. എന്നാലും ഇവിടെ പോയിട്ട് പറയുന്നത് സച്ച് ഹാർമോണിയസ് മാഡ്നെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എൻ ഓക്സിമോറൺ. ഓക്കെ, സോ സച്ച് ഹാർമോണിയസ് മാഡ്നെസ് എന്ന് പറയുമ്പോൾ ഹാർമോണിയസ് മാഡ്നെസ് എന്താണ്? ഓക്സിമോറൺ ആണ്. ഫ്രം മൈ ലിപ്സ് വുഡ് ഫ്ലോ ദ വേൾഡ് ഷുഡ് ലിസൺ ദെൻ ആസ് ഐ ആം ലിസണിങ് നൗ എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, so I hope you understood.